ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, റിസപ്ഷനിസ്റ്റ്, ദ ഇൻ്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ, പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ടുഡേ ഇറ്റ്സെൽഫ്, ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ വേർഡ്സ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് റെസ്യൂം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ റെസ്യൂം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ റെസ്യൂമും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ അങ്ങനെയൊക്കെ കേട്ടോ. ഇൻ്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വരുന്നത്? ഇൻ്റർവ്യൂ വീണ്ടും മൺഡേ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യോർ റെസ്യൂം ടുഡേ ഇറ്റ്സെൽഫ്, നിങ്ങളുടെ റെസ്യൂമിൻ്റെ കോപ്പി ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ആദ്യത്തെ റെസ്യൂം എന്ന് പറയുന്നത് വെർബാണ്, ക്രിയയാണ്. ഓക്കെ, കാരണം റെസ്യൂമിന് തന്നെ നമുക്ക് പല രീതിയിൽ എഴുതാമല്ലോ. റെസ്യൂം, റെസ്യൂംഡ്, റെസ്യൂമിങ് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? എല്ലാവരും ശരിയാക്കിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. വെർബാണ്. രണ്ടാമത്തെ റെസ്യൂം എന്താ വരുന്നത്? പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ടുഡേ ഇറ്റ്സെൽഫ്. അപ്പോൾ അത് നൗണല്ലേ, നിങ്ങളുടെ റെസ്യൂമിൻ്റെ കോപ്പി കൊണ്ടുവരാനാണ് പറഞ്ഞല്ലോ, അത് നൗണാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. വെർബും നൗണും ആണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗിവൺ എ ചാലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. ഓക്കെ, യെസ്റ്റർഡേ കണ്ടപ്പോൾ മനസ്സിലായി പാസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സ്കൂളാണോ? അല്ല, ദ സ്റ്റുഡൻസ് ആണ്. എങ്ങനെയാണ് മനസ്സിലായേ? ദേ ഇവിടെ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പ്രപ്പോസിഷന് മുമ്പുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ്, എസ് ഉണ്ട്. എസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി പ്ലൂറൽ ഫോം ആയിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്ലൂറൽ ഫോം ആയിരിക്കണം വെർബ്. അതേപോലെ തന്നെ പാസ്റ്റ് ആണെന്നും മനസ്സിലായി. എസ്റ്റർഡേ കണ്ടപ്പോൾ പാസ്റ്റ് ആണെന്നും മനസ്സിലായി. ഇത് രണ്ടും കൂടെ ഒബേ ചെയ്യുന്ന ഇതിനകത്തുള്ള ഓപ്ഷൻ ഏതാ? വേറെ മാത്രമല്ലേ ഉള്ളൂ, കാരണം വാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, അപ്പോൾ അത് പറ്റില്ല. പിന്നെ ഹാവ് ബീൻ പറ്റുമോ? പാസ്റ്റ് അല്ലേ, എസ്റ്റർഡേ ആണ്, അപ്പോൾ എന്തായാലും ഹാവ് ബീൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ വേറാണ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഹെഡ് ഏക്കിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ എ ആണ് കേട്ടോ, എ ആണ്. അതേസമയം ഇയർ ഏക്ക് ഒക്കെ ആണെന്ന് വിചാരിച്ചോട്ടോ, ഇയർ ഏക്ക്. ഓക്കെ, അതും കൂടെ പഠിച്ചു വയ്ക്കുക, അടുത്ത എക്സാമിന് വേണമെങ്കിൽ അത് ചോദിക്കാം. ഇയർ ഏക്കിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ആണ്. അടുത്ത ചോദ്യം, ഇക്വാനിമിറ്റി ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റീസ് ഡിസൈറബിൾ ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. ചൂസ് ദി വേർഡ് വിച്ച് ഇസ് ഇക്വലൻ ടു ദി വേർഡ് അണ്ടർലൈൻ. ഇക്വാനിമിറ്റി, ഇതിൻ്റെ സിനോണിം ആയിട്ട് വരുന്ന വാക്ക് എന്താണ്? കാംനെസ് ആണ്, ശാന്തമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇക്വാനിമിറ്റി എന്താണ്? കാംനെസ് ആണ് കേട്ടോ. അടുത്ത 75ാമത്തെ ചോദ്യം നോക്കാം. ജോൺ വാസ് എക്സ്കൾപേറ്റഡ് ആഫ്റ്റർ എ തറോ ഇൻവെസ്റ്റിഗേഷൻ. സെലക്ട് ദി വേർഡ് വിച്ച് ഇസ് ഓപ്പോസിറ്റ്. ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ടു ദി വേർഡ് അണ്ടർലൈൻഡ്. ഓക്കെ, അപ്പോൾ എക്സ്കൾപേറ്റഡിൻ്റെ മീനിങ് എന്താ? കുറ്റവിമുക്തനാക്കുക. ആ മീനിങ് തന്നെയല്ലേ ക്വിറ്റഡും എക്സോണറേറ്റഡും വിൻഡിക്കേറ്റഡും എല്ലാം അതേ മീനിങ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. നമ്മുടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സെവറൽ ഓൾഡ് ബിൽഡിങ്സ് വർ പുൾഡ് ഡാഷ് ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദി ഒളിമ്പിക്സ്. എന്താ ആൻസർ വരുന്നത്? പുൾ ഡൗൺ ആണ്. പുൾ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോളിഷ് അല്ലേ, അത് ചീത്തയാക്കുക, പൊളിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. സെവറൽ ഓൾഡ് ബിൽഡിങ്സ് വർ പുൾ ഡൗൺ ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദി ഒളിമ്പിക്സ്. അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ബാക്കിയുള്ള എന്താ? പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക് സംതിങ് ഹാപ്പൻ, എന്തെങ്കിലുമൊക്കെ നടത്തുക, ഒരു മീനിങ് ആണ് പുൾ ഓഫ് കേട്ടോ. പുൾ എവേ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ലീവിങ് ഫ്രം എ പ്ലേസ്, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ് പുൾ എവേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ടൈഗർ ഇസ് ടു ടൈഗ്രസ്, ഡ്രേക്ക് ഡക്ക് ആണെങ്കിൽ റാം എന്താണെന്നുള്ളതാണ്. റാമിൻ്റെ എന്താ വരിക? യു ആണ് കേട്ടോ. യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക, EWE. യു എന്ന് പറഞ്ഞാൽ പെണ്ണാട് കേട്ടോ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദി റോങ്ലി സ്പെൽറ്റ് വേർഡ്സ് ഫ്രം ദി ഫോളോയിങ്. ആദ്യത്തെ വാക്ക് ഇക്വിലിബ്രിയം, രണ്ടാമത്തെ സാക്രിലീജിയസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ശരിയാണ് കേട്ടോ, രണ്ടും കറക്റ്റാണ്. അപ്പം സെലക്ട് ദി റോങ്ലി സ്പെൽറ്റ് വേർഡ്സ് രണ്ടും ശരിയല്ലേ. അപ്പോൾ ഇവിടെ നൈദർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആൻസർ നൈദർ. അടുത്ത ചോദ്യം നോക്കാം. ഹീസ് എ മാൻ ഹൂസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ആൻസർ ക്രെഡുലസ് ആണ് അല്ലേ. നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെ പറയുന്നത് ക്രെഡുലസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. ഡിസിറ്റ്ഫുൾ അതുപോലെ തന്നെ ഫ്രോഡലൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്.
ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായിട്ടുള്ള എന്നൊരു മീനിങ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹീസ് എ മാൻ ഹൂ ഇസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. അപ്പൊ അത് വരുന്നത് ക്രെഡുലസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ് ഇഫക്റ്റ് ഓഫ് ദി ഡിസീസ് ഡാഷ് മൈൽഡർ ഓൺ ഹിം. അതായത് അവനെ കുത്തിവെച്ചിരുന്നെങ്കിൽ ആ ഡിസീസിന്റെ ഇഫക്റ്റ് കുറഞ്ഞിരുന്നേനെ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഹാഡ് ഉണ്ട്, പിന്നെന്തുണ്ട് V3 ഫോം. ഞാൻ പറഞ്ഞതുണ്ട് ബി എന്ന് പറയുന്നത് V3 ഫോമാണ്. അതിന്റെ V1 ഫോം എന്താ ബി ആണ് അല്ലേ, ബി. പിന്നെ V2 ഫോം എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേറെ. V3 ഫോം ആണ് ബീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹാഡ് പ്ലസ് V3 ഫോം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ വരണം? വുഡ് വരണം, ഹാവ് വരണം, V3 ഫോം ബീൻ അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വുഡ് ഹാവ് ബീൻ. അടുത്ത ചോദ്യം നോക്കാം. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. ഇതിനകത്ത് എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടോ? അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഇതൊരു കറക്റ്റ് സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് വൺ. ഹീ ഈസ് സ്കെയർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ് ഡാഷ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇതേപോലെ എസ് കണ്ടു കഴിയുമ്പോൾ ഇസ് ആണെന്ന് വിചാരിക്കരുത്. പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാവുക? എസ് കണ്ടു കഴിഞ്ഞാൽ അത് സിംഗുലർ ആണെന്നുള്ളൊരു കൺസെപ്റ്റാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ സിംഗുലർ ആണ് വരിക. ഇനി ഇതിനകത്ത് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക? ഇവിടുത്തെ ആൻസർ ഹാസ് ഹി ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ സ്കെയർസ്ലി അഡ്മിറ്റഡ്. അഡ്മിറ്റഡ് കാണുമ്പോൾ നമുക്കറിയാം V3 ഫോമാ അല്ലേ. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ് V3 ഫോമാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിൽ എന്താ വരണ്ടേ? ഹാസ്, ഹാവ്, ഹാഡ് അല്ലേ വരണ്ടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കണം? ഇത് ഹാസ് ആയിരിക്കണം. ഇസ്, വാസ് അല്ല. ഇതെന്തായിരിക്കണം? ഹാസ് ആയിരിക്കണം. ഇവിടെ V3 ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹാസ് ആണെന്ന് മനസ്സിലായി. പിന്നെ സ്കെയർസ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? പോസിറ്റീവായിട്ട് വരണം അല്ലേ. പോസിറ്റീവായിട്ട് വരണമെങ്കിൽ ഇവിടെ ആൻസർ എന്താ വരിക? ഹാസ് ഹി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ജോൺ ഡാഷ് ലൈ ഡൗൺ ഓൺ ദി ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. ലഞ്ചിന് ശേഷം അവൻ കുറച്ചു നേരം കിടന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ ആൻസർ വരുന്നത് ലേ ആണ്. ഏതാണ്? ലേ. അപ്പം ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കിയുള്ളതും കൂടെ പറഞ്ഞുതരാം. ലൈ, ലേ, അതുപോലെ തന്നെ ലെയിൻ കേട്ടോ. V3 ഫോം എന്ന് പറയുന്നത് ലെയിൻ ആണ്. അപ്പോൾ ലൈ എന്ന് പറഞ്ഞാൽ എന്താ? കിടക്കുക, കിടക്കുക. ഓക്കെ. അപ്പോൾ ഇത് ലേ എന്ന് പറഞ്ഞാൽ കിടന്നു. ലേ എന്ന് പറഞ്ഞാൽ V3 ഫോമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ലേ ഉണ്ട്, ലെയ്ഡ് ഉണ്ട്, ലെയ്ഡ് ഉണ്ട്. ഈ ലേ എന്ന് പറഞ്ഞാൽ എന്താ? കിടത്തുക അല്ലെങ്കിൽ വെക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഈ ലേ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ലേ ആണ് ആൻസർ ആയിട്ട് വരിക. നുണ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈ, ലൈഡ്, ലൈഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹെലൻ ഇസ് ദി സോൾട്ട് ഓഫ് ദി എർത്ത് മീൻസ് ഹെലൻ ഇസ് വെരി ഓണസ്റ്റ് ആണ് കേട്ടോ. വളരെ സത്യസന്ധൻ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓണസ്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് അനദർ അഡ്ജക്റ്റീവ് ഡിറൈവ് ഫ്രം പ്യുവർ. പ്യുവറിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ്. ഇംപ്യുവർ ആണ്. ഓക്കെ, ഇംപ്യുവർ. അടുത്തത്. ജോൺ ബിക്കെയിം ദ ഡിഫാക്റ്റോ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. ദ അണ്ടർലൈൻ വേർഡ് മീൻസ് ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ് അല്ലേ. അതായത് ആക്ച്വൽ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ആക്ച്വൽ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദിസ് മെഡിസിൻ വാസ് പ്രോസ്ക്രൈബ്ഡ് 2 years ago. അത് അതിൻ്റെ മീനിങ് വരുന്നത് പ്രോസ്ക്രൈബ്ഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മീനിങ് ഫോർബിഡൻ ആണ്. അതായത് എന്താ ബ്രഷ്ഡ് ആക്കിയിട്ടുള്ള നിരോധിച്ചിട്ടുള്ള ഒരു മരുന്നാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫോർബിഡൻ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. പ്ലീസ് ഇൻസിസ്റ്റ് ഡാഷ് ദി ബിൽ വെൻ യു മേക്ക് പർച്ചേസസ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ. നമ്മൾ ഇൻസിസ്റ്റ് ഓണും ഇൻസിസ്റ്റ് ദാറ്റ് ഒക്കെയാണ് സാധാരണ പറയാറ്. അപ്പോൾ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നൺ ഓഫ് ദീസ് ആയിരിക്കാം നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഓൾ സ്കൂൾസ് ഡാഷ് ഡിസിൻഫെക്ട് ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഓഫ് ടുമാറോസ് റീ ഓപ്പണിംഗ്. അപ്പോൾ ഇതിനകത്ത് ചൂസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ എമംഗ് ദി ഫോളോയിങ്. ആൻസർ വരുന്നത് ആർ ബീങ് ഡിസിൻഫെക്റ്റഡ് ആണ്. ഓൾ സ്കൂൾസ് ആർ ബീങ് ഡിസിൻഫെക്റ്റഡ് ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഓഫ് ടുമാറോസ് റീ ഓപ്പണിംഗ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ഇപ്പോൾ സപ്പോസ് ഓൾ സ്കൂൾസ് ആർ ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾസ് ആണ് പോയിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും. അങ്ങനെയല്ലല്ലോ. സ്കൂൾസിനെയാണ് ഡിസിൻഫെക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാസീവാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് നോക്കുക. ഇതിനകത്ത് ക്രിയ ഏതാണ്? ക്രിയ ഏതാ? ഡിസിൻഫെക്റ്റ് ആണ്. ഓക്കെ. ആരാ ക്രിയ ചെയ്തേ? ആ ക്രിയ ചെയ്തിട്ടുള്ള ആൾ ആണോ നമ്മുടെ സബ്ജക്റ്റ് നോക്കുക. ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരായിരിക്കുമല്ലോ. അവരാണോ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ളത്? അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും? പാസീവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ പാസീവ് എന്ന് പറഞ്ഞാൽ ആർ ബീങ് ഡിസിൻഫെക്റ്റഡ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയോ? നമ്മുടെ ലാസ്റ്റ് ചോദ്യം. ഡയറക്റ്റ് സ്പീച്ചിൽ കൊടുത്തേക്കാണ് ഹെലൻ വെൻ വിൽ യു അറൈവ് ഹിയർ ടുമാറോ ജോൺ സെഡ്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ജോൺ ആസ്ഡ് ഹെലൻ വെൻ ഡാഷ് ദി നെക്സ്റ്റ് ഡേ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഇവിടുത്തെ ആൻസർ ജോൺ ആസ്ഡ് ഹെലൻ വെൻ ഷീ വുഡ് അറൈവ് ദി നെക്സ്റ്റ് ഡേ. എങ്ങനെ മനസ്സിലായി? ഇതേപോലെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഈ WH വാക്കുകൾക്ക് ശേഷം ആദ്യം വരേണ്ടത് എന്താ? സബ്ജക്റ്റ് വരണം.
അതിനുശേഷം മാത്രമേ ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ. പക്ഷേ ആക്റ്റീവ് പാസീവിൽ അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ റൂള് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.